നമശിവായ. നമസ്കാരം. ഇന്ദിരാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രഭാത വന്ദനം. ഗീതാ ഹൃദയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം മുതൽ നാം ഗീതാ ശ്ലോകങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു. സഞ്ജയനും ധൃതരാഷ്ട്രം തമ്മിലുള്ള ചോദ്യ ഉത്തരങ്ങളാണ്. സഞ്ജയൻ ഇപ്പോൾ പാണ്ഡവ സൈന്യത്തെപ്പറ്റി പറഞ്ഞു. ഇനി കൗരവ സൈന്യത്തെപ്പറ്റി ധൃതരാഷ്ട്രോട് പറയുന്ന ശ്ലോകങ്ങളാണ് വരുന്നത്. ശ്ലോകം 7. അസ്മാകം തു വിശിഷ്ടായേതാൻ നിബോധ ദ്വിജോത്തമ നായക മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമി തേ. അല്ലയോ ദ്വിജോത്തമ, ഇനി നമ്മുടെ ഭാഗത്തുള്ള മഹാരഥികളെക്കുറിച്ച് നമുക്ക് അറിയാം. അങ്ങേക്ക് കൃത്യമായ വിവരം ലഭിക്കാൻ ഞാൻ അതുകൂടി പറയാം എന്ന് പറയുന്നു. ശ്ലോകം 8. ഭഗവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിജ്ഞയ അശ്വത്ഥാമാ വികർണശ്ച സമുദത്തിസ്തദൈവ ച. അദ്ദേഹം പറയുന്നത്, എല്ലാവരിലും ശ്രേഷ്ഠനായ ഹേ ദ്രോണാചാര്യ, അങ്ങയുടെ നേതാവാണ്. കൂടാതെ ഭീഷ്മർ, കർണൻ, യുദ്ധത്തിൽ ജയശാലിയായ കൃപാചാര്യർ, അശ്വത്ഥാമാവ്, വികർണൻ, സോമദത്തൻ്റെ മകനായ ഭൂമിശ്രവസ് അഥവാ സൗമദത്തി എന്നിവരും ഉണ്ട്. അടുത്ത ശ്ലോകം. അന്യേച്ച ബഹവ ശൂരമദർത്ഥേ ത്യക്തജീവിത നാനാശസ്ത്ര പ്രഹരണ സർവേ യുദ്ധവിശാരദാഃ. ഈ ശ്ലോകങ്ങളെല്ലാം തന്നെ കൗരവരുടെ ആൾക്കാരെ പറ്റി ഓരോന്നുള്ള വർണ്ണനകളാണ്. അടുത്ത ശ്ലോകം കൂടി നോക്കാം. ശ്ലോകം 10. തസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം തിതമതേക്ഷാം ബലം ഭീമാഭിരക്ഷിതം. 9ഉം 10ഉം ശ്ലോകങ്ങളുടെ അർത്ഥം നാം നോക്കുമ്പോൾ, എനിക്ക് വേണ്ടി പ്രാണത്യാഗം ചെയ്യാൻ ഒരുമ്പിട്ട് നിൽക്കുന്ന ആയുധ പ്രയോഗങ്ങളിൽ നിപുണരായ അനേകം ശൂരവീരന്മാരുണ്ട്. ഇവരെല്ലാം യുദ്ധ വിശാരദന്മാരുമാണ്. അത് 9ാം ശ്ലോകത്തിൻ്റെ അർത്ഥം. 10ാം ശ്ലോകത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ, ഭീഷ്മൻ രക്ഷിക്കുന്ന നമ്മുടെ സൈന്യം അപരിമേയമാണ്. ഭീമനാൽ രക്ഷിക്കപ്പെടുന്ന സൈന്യമാകട്ടെ അളന്നു നോക്കിയതും. രണ്ട് സൈന്യത്തെയും തമ്മിൽ താരതമ്യം ചെയ്യുന്നത് സംസാരിക്കുകയാണ് സഞ്ജയൻ. ഈ ശ്ലോകത്തിൽ ഭീഷ്മൻ്റെ സൈന്യം അപര്യാപ്തം എന്നതിന് അപൂർണം എന്ന സാധാരണ അർത്ഥമെടുക്കരുത്. കാരണം മഹാഭാരതം ഉദ്യോഗപർവത്തിൽ 54ാം അധ്യായത്തിൽ 60 മുതൽ 70 വരെ ശ്ലോകങ്ങളിൽ 50 മുതൽ 60 വരെ ശ്ലോകങ്ങളിൽ തൻ്റെ സേന വലുതും മഹത്വവും വിജയത്തിന് സജ്ജവുമാണെന്ന് ദുര്യോധനൻ വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെ ഈ സംഭാഷണങ്ങൾക്ക് ശേഷം, യുദ്ധം തുടങ്ങിയതിന് ശേഷമാണ് നമ്മുടെ ഭഗവാന്റെ വചനങ്ങൾ വരുന്നത്. അർജുനൻ്റെ സംശയങ്ങൾക്കുള്ള മറുപടി വരുന്നത്. ഈ 18 അധ്യായങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളെ എങ്ങനെ തരണം ചെയ്യണമെന്ന് അർജുനന് ഭഗവാൻ കൊടുക്കുന്ന ഉപദേശമാണ് ഗീതോപദേശമെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അതുവഴി നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെ നമുക്ക് തരണം ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വളരെ ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ് ഗീത. ഗീതയുടെ 18 അധ്യായങ്ങളെ പറ്റി പറയുമ്പോൾ 18 എന്ന അക്കവുമായി വലിയ ബന്ധമുണ്ട്. മഹാഭാരതത്തിൽ 18 പർവ്വങ്ങൾ, ഭഗവത്ഗീതയിൽ 18 അധ്യായം, ഭാരതയുദ്ധം 18 ദിവസം, സൈന്യം 18 അശ്വനി പടകൾ എന്നിങ്ങനെ
അതേപോലെ മേൽപ്പറഞ്ഞ ശ്ലോകങ്ങളിൽ പാണ്ഡവ സൈന്യത്തിലെ ഭീമ അർജുനന്മാർ തന്നെ ഉൾപ്പെടെയുള്ള 18 മഹാരഥികളെയാണ് ഗീതയിൽ സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന പ്രത്യേകത കൂടി ഇവിടെ നാം കാണേണ്ടതാണ്. 10,000 ഭടന്മാരോട് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാൻ കഴിവുള്ളവനെയാണ് മഹാരഥി എന്ന് വിളിക്കുന്നത്. ഇതിൽ കൂടുതൽ ശ്ലോകങ്ങൾ നാം സംസാരിച്ചാൽ നീണ്ടുപോകും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കുറേശ്ശെ പോകാം. ഭഗവാന്റെ വചനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ശ്ലോകം തന്നെ നല്ലതുപോലെ പഠിച്ച് വിവരിച്ച് പോകാം. ഇന്നത്തേക്ക് ഇത്രയും മതി. അടുത്ത ദിവസം അടുത്ത ശ്ലോകവുമായി നമുക്ക് വീണ്ടും കാണാം. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു, വിശ്വസിക്കുന്നു. ഏവരും ഇത് സശ്രദ്ധം കേൾക്കുന്നതോടൊപ്പം ഒരു ചെറിയ ഭഗവത്ഗീതയെങ്കിലും കയ്യിൽ വെച്ച് അത് വായിക്കാൻ കൂടി, അതിലും ഇതുപോലെ അർത്ഥം പറയുന്നുണ്ട്. എല്ലാ ചെറിയ ഗീതകളിലൊന്നും വിവരണം കാണുകയില്ല, വരികളുടെ അർത്ഥം കാണും. അത് കൂടെ കേട്ട് കഴിഞ്ഞാൽ, പഠിച്ച് വായിച്ചു കഴിഞ്ഞാൽ സമ്പൂർണ്ണമായും മനസ്സിലാവും. ഈ ഇളയവൻ്റെ ഒരു ഉപദേശമാണ്. ഒരു ചെറിയ ഗീതയെങ്കിലും ഇതുപോലെ, ഇതൊരു ഗീതയാണ്, ഇതുപോലെ ഉള്ള ചെറിയ പുസ്തകങ്ങൾ, ഗീതകൾ വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിയാൽ അതിൽ ആമുഖവും ഗീതാ മഹാത്മ്യം കാണും. പിന്നെ ഗീതയുടെ ഓരോ ശ്ലോകങ്ങളും അതിൻ്റെ അർത്ഥവും കാണും. അങ്ങനെയും കൂടെ ശ്രമിക്കുക. ഗുരുപാദാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും ശുഭ സുദിനം നേരുന്നു. നമസ്കാരം.